അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോഴും വേസ്റ്റേജ് കുറച്ച്, മാക്സിമം വേസ്റ്റേജ് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെറ്റൽസ് കൂടുതലായിട്ട് കിട്ടും. പിന്നെ 4 സിംഗിൾ ചെറിയ ഷീറ്റ് മേടിക്കുന്നതിന് പകരം ഈ ഒരു ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ വേസ്റ്റേജ് കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഫ്ലവേഴ്സ് പെറ്റൽസ് കൂടുതൽ കട്ട് ചെയ്ത് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 0.8 mm തിക്നെസ് ആണ് ഫോം റാൻഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട്, ഈ ഫ്ലവേഴ്സ് ജാസ്മിൻ മാത്രമല്ല, നമ്മൾ ഫോം ഫ്ലവർ ആയിട്ടുള്ള റോസ് അതെല്ലാം ചെയ്യുന്നതിന് എടുക്കുന്ന ഫോം ഷീറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.8 mm തിക്നെസ് ആണ്. ഫോം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് 1 mm 1.5 mm തിക്നെസ്സിൽ ഫോം ഷീറ്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മുടെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, കുറച്ചും കൂടെ ഹാർഡ് ആയിട്ടുള്ളതാണ് ഈ 1 mm 1.5 mm ഒക്കെ തിക്നെസ്സിൽ വരുന്നത് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കുന്നതിന് കിട്ടത്തില്ല. ഇത് വെച്ചിട്ടാണെങ്കിൽ 0.8 mm തിക്നെസ്സിലാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പം രണ്ടും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോം ഷീറ്റ് എന്നാണ് കൂടുതലും എല്ലാവരും പറയുന്നത്, പക്ഷെ ഫോം റാൻഡ് ഷീറ്റ് എന്നാണ് ഇതിന്റെ എക്സാക്ട് നെയിം വരുന്നത്. പറഞ്ഞു ഫോം ഷീറ്റ് എന്ന് ഇപ്പോൾ കൂടുതലും ആളുകൾ എൻക്വയറി ചെയ്യുമ്പോൾ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻക്വയറി ചെയ്യാറ്. അപ്പോൾ ഫോം ഷീറ്റ് എന്ന് ചോദിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ 1 mm 1.5 mm ഒക്കെ തിക്നെസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ 0.8 mm തിക്നെസ് തന്നെയാണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്കിവിടെ സ്റ്റോറിൽ വരുന്നത് 0.8 mm തിക്നെസ്സിന്റെ ജാസ്മിൻ്റെ ഷീറ്റാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ ഫ്ലവേഴ്സ് ചെയ്യുന്നതിന് ഏത് ഫ്ലവർ, ഇപ്പോൾ റോസ് ഫ്ലവേഴ്സ് ആയാലും ഏത് ഫ്ലവർ ചെയ്യുന്നതിനായാലും ഫോം റാൻഡ് ഷീറ്റാണ് 0.8 mm തിക്നെസ്സിൽ വരുന്നത് ഷീറ്റിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് A4 സൈസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. 30x35 സൈസ്, A4 സൈസ് അല്ല, 30x34 A4-നെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ സൈസാണ്. ഈ ഒരു ചെറിയ ഷീറ്റിന്റെ 4 ഷീറ്റ് ചേരുന്നതാണ് ഈ ഒരു വലിയ സിംഗിൾ ഷീറ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഷീറ്റിനെ കുറിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ, അപ്പം ആ ഫ്ലവർ കട്ട് ചെയ്ത് എത്രത്തോളം നമുക്ക് സ്ട്രിങ്ങുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. പിന്നെ അതുപോലെ ഒരു കാര്യം, ഈ ഒരു 4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മുഴം എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു ഹാഫ് ഷീറ്റിൽ നമുക്ക് 1/2 മുഴം കിട്ടും. അപ്പം 2 ഇതാകുമ്പോഴത്തേക്ക് 1 മുഴം കിട്ടും. അടുത്ത 2 പാട്ടാകുമ്പോൾ 2 മുഴം കിട്ടും. നമ്മൾ കെട്ടുന്നതനുസരിച്ച് 2 മുഴത്തിൽ കൂടുതൽ കിട്ടാറുണ്ട്. എന്തായാലും എക്സാക്റ്റ് ആയിട്ട് 2 മുഴം ചെയ്യുന്നതിനാണെങ്കിൽ ഈ ഒരു സിംഗിൾ ഷീറ്റ് മതിയായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ വരുന്നത് 6235151926. നമ്മുടെ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കര ലോട്ടസ് റോഡിലാണ്. മിനർവ തിയേറ്ററിന് അടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. മിനർവ തിയേറ്ററിന് അടുത്ത് നിന്ന് അടൂർ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആണ്, പക്ഷേ ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ മെസ്സേജസും DM ഒക്കെ വരുന്നതിൽ നമ്മൾ മെസ്സേജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പലതും സെൻഡ് ആവുന്നില്ല, പലർക്കും കിട്ടുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക്